കർഷകൻ അദ്ദേഹത്തിന് വിളവെടുപ്പൊന്നും കാര്യമായിട്ട് കിട്ടാതെ വരുമാനം കുറഞ്ഞപ്പോൾ ദൈവത്തെ തപസ് പോലെ പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി ഇയാൾ ദൈവത്തോട് ചോദിക്കുകയാണ്, കർഷകൻ, ദൈവമേ, എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ കൃഷിസ്ഥലങ്ങളിലൊന്നും നല്ലോണം ക്രോപ്പുകൾ വളരുന്നില്ല, എനിക്ക് വരുമാനം കുറവാണ്, നിങ്ങൾ തോന്നിയ സമയത്ത് വെയിൽ തരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മഴ പെയ്യുന്നു. പരാതി പറയണം പ്രാർത്ഥനയിലൂടെ. അപ്പൊ ദൈവം ഒറ്റ കാര്യം പറയുള്ളൂ, എന്നാ എൻ്റെ മോൻ ഒരു കാര്യം ചെയ്തോ, റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിലുണ്ട്, ഇന്ന് മുതൽ നീ അത് നിയന്ത്രിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ആ റിമോട്ട് കൊടുക്കണം. അയാൾക്ക് ആ റിമോട്ട് കിട്ടിയതും വളരെ സന്തോഷമായി. ഇയാളുടെ സൗകര്യാർത്ഥം വരുത്തിച്ചു, വെയിൽ വരുത്തിച്ചു, എല്ലാം ചെയ്തപ്പോൾ ഇയാൾക്ക് ഭയങ്കര ക്രോപ്സ്. അങ്ങനെ വിളവെടുപ്പ് നടത്തി നെല്ലിനെ അരിയാക്കാത്തുള്ള തോട് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു അരി പോലും ഒന്നില്ലാന്നതാണ്. അത് വെറും ഭൂമിയായി മാറിയെന്നതാണ്. വീണ്ടും ദൈവത്തെ വിളിച്ച് പരാതി പറയാൻ വിളിച്ചു, നിങ്ങൾ എന്ത് പണിയാൻ കാണിച്ചു? റിമോട്ട് എൻ്റെ തന്നു, നല്ല ക്രോപ്പൊക്കെ കിട്ടി, ഒന്നിലും പോലും അരിയില്ല. അപ്പൊ ദൈവം പറയുന്ന ഒരു ആൻസർ ആണ് ഇത്. നോക്ക്, സമയം തെറ്റി മഴ പെയ്യുമ്പോൾ ഒരേ ഞാറിലുമുള്ള വേര് എവിടെയാണോ വെള്ളം കിട്ടുന്നത് അത്രയും നീളത്തിലേക്ക് കഷ്ടപ്പെട്ട് വളർന്നു പോകും അത്രേ. പ്രതികൂല സാഹചര്യങ്ങളിൽ കാറ്റ് കിട്ടിയിട്ടും വളരുന്ന ഒരു ചെടിയിന് മാത്രമേ അരി അകത്തുണ്ടാവുള്ളൂ. ഈ സുഖങ്ങളും ഈ എയുടെ കാലഘട്ടത്തിൽ എല്ലാം നല്ലത്, അധ്വാനിക്കാൻ മറക്കരുത്. പ്രതികൂല സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഉള്ളില് സാധനം ഉണ്ടാവുള്ളൂ, അരി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറും ഉമ്മിയായിട്ട് നമ്മൾ മാറിപ്പോകുന്നുള്ളതാണ്. നമ്മളെ നമ്മളാക്കാൻ ഈ കഷ്ടപ്പാട് നല്ലതാണ്.